ഒരു നായയുടെ പേരിൽ നടക്കുന്ന ഹൈ പ്രൊഫൈൽ നിയമ പോരാട്ടത്തെക്കുറിച്ചാണ് ഇത്തവണ കോഡ് പരിശോധിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉറച്ച വനിതാ ശബ്ദമായ മഹുവ മൊയ്ത്രയും അവരുടെ പങ്കാളിയായിരുന്ന അഡ്വക്കേറ്റ് ജയ് അനന്ത് ദെഹാദ്രയും തമ്മിലാണ് അസാധാരണമായ ഒരു നിയമ പോരാട്ടം നടത്തുന്നത്. സാധാരണ പങ്കാളികൾ പിരിയുമ്പോൾ കുട്ടികളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവർക്കിടയിൽ സ്വന്തം കുട്ടിയെപ്പോലെ വളർത്തിയ ഹെൻറി എന്ന വളർത്തുനായയാണ് തർക്കവിഷയം. ഈ ഹെൻറി ഇപ്പോൾ ഇവരുടെ ബന്ധത്തിലെ അവസാന സാക്ഷിയായി നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിൽക്കുകയാണ്. 2021 5.5 വയസ്സ് പ്രായമുള്ള ഹെൻറിയെ 75,000 രൂപ കൊടുത്ത് ദെഹാദ്രയ് വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് മഹുവയുമൊത്ത് ഒരുമിച്ച് താമസിക്കുന്നത്. ഹെൻറി രണ്ടുപേരുടെയും കുഞ്ഞിനെ പോലെയായി മാറി. പക്ഷേ ഇവർ 2023 ഒക്ടോബറിൽ ബന്ധം പിരിഞ്ഞു. ബന്ധം പിരിയുമ്പോൾ വെറും ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയായിരുന്നില്ല അത്. ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഗുരുതര വിഷയമായി അത് മാറുകയായിരുന്നു. ദെഹാദ്രയ് മഹുവയ്ക്കെതിരെ സമ്മാനങ്ങൾക്കും പണത്തിനും പകരം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന വലിയ ആരോപണം ഉന്നയിച്ചു. ഇതേ തുടർന്ന് 2023 ഡിസംബറിൽ മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്നു. രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് വൈകാരികമായ നായ വിഷയവും ഇവർക്കിടയിൽ എത്തുന്നത്. തന്നെ വളർത്താൻ ഏൽപ്പിച്ച ആ നായയോടുള്ള അടുപ്പം ചൂണ്ടിക്കാണിച്ച് മഹുവ ജില്ലാ കോടതിയിൽ ഷെയർഡ് കസ്റ്റഡി സ്യൂട്ട് ഫയൽ ചെയ്തു. മാസം 10 ദിവസം ഹെൻറിയെ തൻ്റെ കൂടെ വേണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. പങ്കാളി നേരത്തെ വാക്കാൽ ഇത് സമ്മതിച്ചിരുന്നുവെന്നും മഹുവ കോടതിയിൽ പറഞ്ഞു. സാകേത് കോടതി മഹുവയുടെ ആവശ്യം തള്ളി. മഹുവ 2026 ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. നായയെ ഒരു വസ്തു പോലെ കാണാൻ പറ്റില്ല. 2014 അനിമൽ വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി മൃഗങ്ങൾക്ക് അന്തസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൻറി തൻ്റെ വീട്ടിലാണ് കൂടുതൽ സമയം ഉണ്ടായിരുന്നതെന്നും രക്ഷിതാവിനെ പോലെയാണ് അതിനെ വളർത്തിയതെന്നും അതിനാൽ തനിക്കും അവകാശമുണ്ട് എന്നായിരുന്നു മഹുവയുടെ വാദം. എന്നാൽ മഹുവയുടെ സ്യൂട്ട് തന്നെ നിലനിൽക്കില്ല എന്ന് പങ്കാളിയും പറഞ്ഞു. ഉടമസ്ഥൻ താനാണ് എന്നും അവകാശപ്പെട്ടു. നായ സ്വത്ത് മാത്രമാണോ എന്ന അർത്ഥത്തിലാണ് ഈ കേസ് ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയിൽ വളർത്തുമൃഗങ്ങളുടെ കസ്റ്റഡി സംബന്ധിച്ച് വ്യക്തമായ നിയമമില്ല. നായയൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് എന്ന് ഉടമയും നായ ഒരു വസ്തുവല്ല വികാരവും പരിചരണവും ഘടകമാണെന്ന് മഹുവയും പറയുന്നു. കോ പേരന്റ് എന്ന ആശയം കോടതി അംഗീകരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഒരു ജീവനെ എങ്ങനെയാണ് ഒരു വസ്തുവായി കണക്കാക്കുക? സ്നേഹബന്ധം തകരുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട വളർത്തുനായ ആർക്ക് സ്വന്തം? കോടതി മുറികളിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു നായയുടെ കസ്റ്റഡിയെ ചൊല്ലിയുള്ള തർക്കമല്ല, മറിച്ച് വികാരങ്ങൾക്ക് നിയമത്തിന്റെ ഭാഷയിൽ ഇടമില്ലാത്ത നമ്മുടെ വ്യവസ്ഥയോടുള്ള ഒരു ചോദ്യം കൂടിയാണ്.